ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. ടോനോ തോമസ്, കൈതു ലോഹർ എന്നിവരെ പ്രധാന വേഷത്തിലാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പുതിയ ചലച്ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. അതിലെ കാട്ടിച്ചെമ്പകം എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുനോക്കാം. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലിറിക്സ് ചെയ്തിരിക്കുന്നത് കൈതപ്രോ ആണ്. പാടിയിരിക്കുന്നത് വിശാൽ മിശ്ര, ആവലി മൽഹർ ആണ്. അപ്പോൾ നമുക്ക് പാട്ട് ടൊവിനോന് മാത്രം എങ്ങനെയാണ് ഓരോ പടത്തിൽ ഇതുപോലെ ഒരു നല്ലൊരു മെലഡി പാട്ട് കിട്ടുന്നത്? അതായത് ഇപ്പൊ തീവണ്ടിയില് മറ്റേ ജീവാംശം ആയ സോങ്, പിന്നെ ഹിമമഴയായ വേറൊരു സോങ് ഒക്കെ ഉണ്ട്, കിളിയെ എന്നൊരു പാട്ടെന്തോ ഉണ്ട്, പിന്നെ ഇപ്പൊ മിന്നൽ വള, അതുപോലെ കാട്ടിച്ചെമ്പകം. ടൊവിനോന് മാത്രം ആ ഒരു ലവ് പാട്ട്, ഒരു കിടിലം പാട്ട്, ആ ഒരു സ്ലോ ബീറ്റിലുള്ള ആ ഒരു നല്ലൊരു ലിറിക്സും കാര്യങ്ങളുള്ള, എല്ലാവർക്കും ആപ്ലിക്കബിളും കേൾക്കാനും കൊതിക്കുന്ന ലിറിക്സ് ഒക്കെ ഉള്ള ഒരു പാട്ടൊക്കെ വരുന്നത്. ഇപ്പൊ തന്നെ ഈ കൈതപ്രത്തിന് ഈ ലിറിക്സ് നന്നായിട്ട് തന്നെ, പൊന്നുരുക്കിയ മുഖമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു. ആൻഡ് കൈതുവും ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട്. ഞാൻ ആ ഡ്രസ്സിങ്ങിനൊക്കെ കൊള്ളാം. ടൊവിനോയും ചട്ടമ്പിയെ പാട്ട് കേൾക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹമ്മിങ് ആയാലും, ആ ഒരു ലിറിക്സ് ആയാലും, ആ ഒരു മ്യൂസിക് ആയാലും, എനിക്ക് തോന്നുന്നു ഈ പാട്ടുകളൊക്കെ ജെയ്ക്സ് ബിജോയ് തന്നെയാണല്ലേ ചെയ്തെന്ന് തോന്നുന്നത്. എനിക്ക് മിന്നൽ വള ജെയ്ക്സ് ബിജോയാണ്. മറ്റു പാട്ടുകളും ജെയ്ക്സ് ബിജോയ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത് വേറെ ആരൊക്കെയാണ്. പക്ഷെ ടൊവിനോന് ആ ഒരു ലവ് സോങ് എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവർ ആ രണ്ടുപേരും തമ്മിലുള്ള ആ കെമിസ്ട്രിയും കൊള്ളാം. രണ്ടുപേരും ആ കൈതൂടെയും ടൊവിനോയും രണ്ടുപേരും കൊള്ളാം. ആ ഒരു എന്താ പറയാ, ഒരു നാട്ടിൻപുറത്തെ പ്രണയം അതുപോലത്തെ കാണിച്ച് നല്ല സൂപ്പർ. ചട്ടമ്പിയും ഒരു
ആൻഡ് ഡിജോ ജോസ് ആന്റണിയാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ടോനോ തോമസ്, കൈതു ലോഹറാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, കൈതപ്രത്തിന്റെ ലിറിക്സ്, വിശാൽ മിശ്ര, നാവണി മൽഹറാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. കാട്ടിച്ചെമ്പുകം എന്നാണ് സോങ്ങിന്റെ നെയിം. പള്ളിച്ചട്ടമ്പി. അപ്പൊ ഇതൊരു പഴയ സ്റ്റോറി, അതായത് ഒരു പഴയ കാലത്ത് ആസ്പദമാക്കിയാണ് ഒരു പടം എന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ടീസറുകളും ഗ്ലിംസുകളും ഒറിജിനൊക്കെ റിലീസ് ചെയ്തപ്പോൾ ഇപ്പോൾ പാട്ട് വരെയും ആ ഒരു പഴയ കാലത്തിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. കാരണം ടോവിനോയുടെ ലുക്കായാലും ഇപ്പം കൈദിയുടെ കോസ്റ്റ്യൂമുകളും കാര്യങ്ങളായാലും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ പാട്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ആ ഒരു ടോവിനോടെ തന്നെ ഹിമമഴയായി അല്ലെങ്കിൽ ജീവാംശമായി, കിളിയെ, മിന്നൽ വളയെ പോലെ തന്നെ കാട്ടിച്ചെമ്പകം, ഇതും ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ കയറുന്ന ഒരു പാട്ട് തന്നെ ആയിരിക്കും. ടോവിനോക്ക് മാത്രം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ ഇതുപോലെ ഒരു നല്ലൊരു പാട്ടൊക്കെ വരുന്നത്, ആ ഒരു ലവ് സോങ് മെലഡി ആയിട്ടുള്ള, അത് കറക്റ്റ് ഇപ്പം വാലന്റൈൻസ് ഡേക്ക് തന്നെ അവർ റിലീസ് ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ വരുമ്പോൾ ഈ കപ്പിൾസിനൊക്കെ ഇപ്പോൾ ഡാൻസ് കളിക്കാനുള്ള ഒരു പാട്ടായി, അവർക്ക് റൊമാൻസ് ചെയ്യാനുള്ള ഒരു സോങ് ആയി. അതിൽ വേറെ സംശയമൊന്നുമില്ല. ഒരു 5-6 ദിവസം കഴിയുമ്പം ട്രെൻഡിങ് ലിസ്റ്റിലും വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത ട്രെൻഡിങ് ഓഡിയോ ആയിട്ട് അതുമായിരിക്കും കിടക്കുന്നത്. ടോവിനോയും ഇപ്പം നല്ല നല്ല സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ നല്ല നല്ല വേറെ വെറൈറ്റി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു നല്ല ചൂസി ആയിട്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്തായാലും ഒരു ചട്ടമ്പി പടം തന്നെ ആയിരിക്കും, കാരണം പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു പടം തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വരട്ടെ. പാട്ടോശ പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ജെയ്ക്സ് ബിജോയ് എന്താ പറയുക, ഇപ്പം മലയാളത്തിൽ വൺ ഓഫ് ദി പ്രോമിസിങ് മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത് ജെയ്ക്സ് ബിജോയ് തന്നെയാണ്. വേറെ ആരെയും സത്യം പറഞ്ഞാൽ എടുത്ത് പറയാനില്ല. സുഷിൻ ശ്യാം ഉണ്ടായിരുന്നു, ഇപ്പോൾ സുഷിൻ ശ്യാമിനെ കാണാനുമില്ല. പുള്ളി കല്യാണത്തിന് ശേഷം കുറച്ച് ഇടവേളയിലൊക്കെയാണ്. അപ്പോൾ ജെയ്ക്സ് ബിജോയ് ഇപ്പോൾ മാസ് BGMs ആയാലും ഇപ്പോൾ മെലഡി സോങ്സ് ആയാലും ജെയ്ക്സ് ബിജോയ് നന്നായിട്ട് അറിഞ്ഞ് പണ്ണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാട്ടിച്ചെമ്പകം സോങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും. കൈതപ്പുറത്തിൻ്റെ ലിറിക്സും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാകും. വിശാൽ മിശ്ര നിന്നും നല്ല രീതിക്ക് തന്നെ പാടിയിട്ടുമുണ്ട്. ആ പാട്ടിലവരുടെ കെമിസ്ട്രിയും കോമ്പോയും തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു കിടിലം പാട്ട് തന്നെയാണ്, ഒരു ലവ് റൊമാൻറ്റിക് പാട്ട്. വാലന്റൈൻസ് ഡേക്കും എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാട്ട് തന്നെയാണ് കാട്ടിച്ചെമ്പകം. അപ്പോൾ ഡിജോ ജോസ് ആന്റണി നല്ലൊരു പള്ളിച്ചട്ടമ്പിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു.